വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്തെ നമ്മുടെ ഐദി, നമ്മുടെ കൈകൾ എന്നാണ് പറയുന്നത്. അള്ളാഹു കൈയെന്ന് പറയുന്നത് നമ്മുടേതുപോലെ നീണ്ട കൈകളെ ഉപയോഗിച്ചല്ല എന്ന് വളരെ വ്യക്തമാണ്. ബിഐദിൻ, നമ്മുടെ അധികാരത്തിൻ്റെ കരുത്തുപയോഗിച്ച് നാം ആകാശം പണിതു. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വഇന്നാ ലമൂസിഊൻ, തീർച്ചയായും നാം ആകാശത്തെ വികസിപ്പിക്കുകയാണ്. അതിലെ സയൻസ് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ആ സയൻസിൻ്റെ പഠനമായ സയൻസ് ഉണ്ടല്ലോ, സയൻസിൻ്റെ പഠനമായ സയൻസ് അതോടെ പഠിക്കണം. അത് പഠിക്കും, രണ്ടോടെ ചേർത്ത് പഠിക്കുമ്പോൾ ദൃഷ്ടാന്തം മനസ്സിലാവും. വനഫ്സിൻ വമാ സവ്വാഹാ, വനഫ്സിൻ വമാ സവ്വാഹാ. ഏഴാമത് പറയുകയാണ് അല്ലാഹു തആല, മനുഷ്യ മനസ്സാണ് സത്യം, അതിനെ ബാലൻസ് ചെയ്ത രീതിയാണ് സത്യം. നോക്കൂ, മനുഷ്യ മനസ്സ് ഈ ഏഴെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാൻ മാത്രം വലിയ സാധനം വല്ലതാണോ? മനുഷ്യൻ ആറടിയുള്ളൂ. തിന്നാൻ നല്ലത് തിന്നാൻ നമുക്ക് രുചിയുള്ളത് തിന്നുമ്പോൾ നമ്മൾ മൃഗത്തേക്കാൾ വലിയവനൊന്നും ആയിട്ടില്ല. നമുക്ക് രുചിയുള്ളത് തിന്നണമെങ്കിൽ എന്താ പെടാപ്പാട്, ബദ്ധപ്പാട്? നമ്മൾ വളർത്തുന്ന നമ്മുടെ വീട്ടിലെ തൊഴുത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പുല്ല് നമ്മേക്കാൾ രുചിയോടെ ആർത്തിയോടെ പശുവിന് തിന്നാനാവും. ഒരു അധ്വാനവും വേണ്ട. രുചിയുള്ളത് തിന്നാൻ നമുക്ക് മാത്രമല്ല, കന്നാലിക്കും കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇണകളോട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ആനന്ദം ആസ്വദിക്കുന്നെങ്കിൽ അത് ഏത് മൃഗത്തിനുമാവും. അത് ഉൽപാദനത്തിന് പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഏത് കന്നാലിക്കുമാവും. പക്ഷെ മനുഷ്യന് മാത്രം, അവയ്ക്കൊന്നും സാധ്യമാകാത്ത, മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒരു വളർച്ചയുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ എന്ന ആകാശത്തോട് നാം ചോദിച്ചു, ഭൂമിയോടും ഞാൻ ചോദിച്ചു, ജിബാൽ പർവ്വതങ്ങളോടും ചോദിച്ചു. നിങ്ങൾക്ക് ചോയ്സ് തരാം, സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന അവകാശ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ? അവ ഏറ്റെടുക്കാൻ മടിച്ചു. ഉത്തരവാദിത്വത്തിന്റെ ഭാരമോർത്ത് ആകാശവും ഭൂമിയും മാമലകളും മടിച്ചത്. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, പക്ഷെ അവൻ മഹാ അക്രമിയും മഹാവിവരം കെട്ടവനുമായി മാറുകയാണുണ്ടായത്. ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട് മറ്റൊരിടത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ സൂറത്തു ഷംസ് കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തത് ആ സൂറയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകൃതിയിലെ സപ്താത്ഭുതങ്ങളെ എടുത്തെണ്ണിയാണ് ആ സൂറത്തിൻ്റെ ആമുഖം കുറിക്കുന്നത്. അവയെ എടുത്ത് അല്ലാഹു ആണയിടുകയാണ്. അവയെ അല്ലാഹു മുമ്പിൽ വെച്ച് സത്യം ചെയ്യുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും അതിൻ്റെ പ്രഭയെയും അതുപോലെ ചന്ദ്രനെയും ചന്ദ്രനെ ഫോളോ ചെയ്യുമ്പോൾ ചന്ദ്രന് ലഭിക്കുന്ന അതിൻ്റെ പ്രകാശത്തെയും അതുപോലെ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന പകലിനെയും ഇരുട്ടിലാഴ്ത്തുന്ന രാവിനെയും പ്രവിശാലമായ ഉയർന്ന ആകാശത്തെയും മനോഹരമായി വിധാനിച്ച ഭൂമിയെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ ഉദാഹരിച്ചുകൊണ്ട് ഇവ ഓരോന്നും ഒന്നൊന്നിനോട് വൈരുദ്ധ്യത്തിൻ്റെ ഒരു കൂട്ടിച്ചേരലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും സൂര്യനും ചന്ദ്രനും വൈരുദ്ധ്യാത്മകമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. പകലിനെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ, രാത്രിയെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രൻ, അങ്ങനെ പല വിധത്തിലുള്ള വിരുദ്ധധർമ്മങ്ങൾ നിർവഹിക്കുന്നവയാണതെന്ന് സൂചിപ്പിക്കുകയാണ്. രാവിനെയും പകലിനെയും പിന്നെ അല്ലാഹു പ്രത്യേകമായി പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെയും ഉയർന്ന ആകാശത്തെയും വസ്സമാഅ വമാ ബനാഹ, ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച രീതി, ഉയർത്തി നിർത്തിയ രീതി, ഉയരങ്ങളിൽ നിന്ന് നിലം പതിക്കാതെ നിലം പൊത്താതെ ആകാശം എങ്ങനെയാണ് ഉന്നതങ്ങളിൽ വിലസുന്നത്, വിരാജിക്കുന്നത്, ശൂന്യതയെന്ന് നാം പറയുന്ന
ഈ ശൂന്യതയിൽ എങ്ങനെയാണ് ആകാശം ഉയർന്നു നിൽക്കുന്നത്? ഭൂമി ആകാശത്തിന് കീഴിൽ താണു നിൽക്കുന്നത്. ഉയർച്ചയുടെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന ആകാശം, ആകാശത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടതുകളെ ഏറ്റുവാങ്ങി അതിൻ്റെ താഴെ നിൽക്കുന്ന ഭൂമി, ആർള്, എർത്ത്, ലോകം ആ പദമാണ് ഉപയോഗിക്കുന്നത്, എർത്ത്, അർള്. അറബി ഖുർആൻ ഉപയോഗിച്ച ആ അർളാണ് ലോകം ഇന്ന് ഏറ്റവും അധികം ലോകത്തിന് ഈ ഭൂമിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എർത്ത്, അർള് എന്ന് തന്നെ. ഈ താണ ഭൂമിയും ഉയർന്ന ആകാശവും ഇവയെല്ലാം വൈരുദ്ധ്യങ്ങളുടെ പ്രതീകമായി അള്ളാഹു വിരുദ്ധധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ച പ്രക്രിയയെ നിലനിർത്തുന്ന പ്രതിഭാസങ്ങളായി നമ്മുടെ ചിന്തകളിലേക്ക് അള്ളാഹു കൊണ്ടുതരികയാണ്. വിരുദ്ധത മനുഷ്യനിൽ ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ടാകുന്നത് പ്രകൃതിയുടെ താളം തെറ്റിക്കുകയല്ല, മറിച്ച് വൈരുദ്ധ്യങ്ങളെ സംയോജിപ്പിക്കേണ്ട തലത്തിൽ സംയോജിപ്പിക്കുമ്പോൾ, അത് ചേരുംപടി ചേരുമ്പോൾ അത് പ്രകൃതിയുടെ നല്ല താളത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അതാണ്. രാവുണ്ടായത് രാവിൻ്റെ ധർമ്മം വേറെ, പകലിൻ്റെ ധർമ്മം വേറെ. വശവല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസ ഇന്ന സഅയക്കും ലശത്ത. ഇരുള് മുറ്റിയ രാവാണ് സത്യം, പ്രകാശം പരത്തുന്ന പകലാണ് സത്യം. ഏതാണ്ട് അതേ ധർമ്മങ്ങളോടെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സംവിധാനകനായാണ് അള്ളാഹുവാണ് സത്യം. ഇന്ന സഅയക്കും ലശത്ത. തീർച്ചയായിട്ടും നിങ്ങളുടെ ദൗത്യങ്ങൾ, ധർമ്മങ്ങൾ വ്യത്യസ്തമത്രേ. ആണിൻ്റെ ദൗത്യമല്ല പെണ്ണിൻ്റെത്, പെണ്ണിൻ്റെ ദൗത്യമല്ല ആണിൻ്റെത്. ഏതുപോലെ രാവിൻ്റെ ദൗത്യമല്ല പകലിൻ്റെത്, പകലിൻ്റെ ദൗത്യമല്ല രാവിൻ്റെത്. രണ്ടും വിരുദ്ധ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. പക്ഷേ അവ രണ്ടും ചേരുമ്പോഴാണ് ഒരു ദിനം, ഒരു ദിവസം എന്ന പൂർണ്ണത കൈവരുന്നത്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതിയുടെ താളക്രമം നിലനിർത്തുന്ന മഹാശക്തിയായ പടച്ചതമ്പുരാൻ ആ വൈരുദ്ധ്യങ്ങൾക്കിടയിലുള്ള ആന്തരികമായ സംയോജനത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അള്ളാഹു നമ്മോട് പറഞ്ഞത്, ഇതിൻ്റെ ഓരോ വാക്കുകളും അള്ളാഹു അവൻ്റെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ മനുഷ്യനെ അള്ളാഹു താല ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആദരിച്ചത്. അവന് ചിന്തിക്കാൻ അള്ളാഹ് നൽകിയ ശേഷി കൊണ്ട്, കഴിവ് കൊണ്ട് മാത്രമാണ്. ആ ചിന്തയെ അവൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിലൂടെ ഈ പ്രകൃതിയിലെ അത്ഭുതങ്ങളിൽ അവൻ്റെ കണ്ണ് നട്ട് അവൻ്റെ ചിന്തകളെ കൊളുത്തി അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ അവൻ പഠിക്കുന്നില്ലെങ്കിൽ അവനും മൃഗവും തമ്മിൽ ഒരന്തരവുമില്ല. മനുഷ്യൻ്റെ വികാസം, അവൻ്റെ മഹത്വം, അവൻ്റെ വളർച്ച അവൻ്റെ ബുദ്ധിയിലാണ്, അതിലൂടെ അവൻ കണ്ടെത്തുന്ന അറിവുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചിന്തിക്കാനാണ് നമ്മോട് പറയുന്നത്. ഖുർആൻ നമ്മോട് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കാനാണ്. അതോടൊപ്പം ഈ 6 അത്ഭുതങ്ങൾ, ലോകത്ത് സപ്തമഹാത്ഭുതങ്ങളുണ്ട്, പുരാതനമായതും ആധുനികമായതുമെന്ന് ലോകം നമ്മോട് പറയാറുണ്ട്. സപ്തമഹാത്ഭുതങ്ങൾ പൗരാണികം, സപ്തമഹാത്ഭുതങ്ങൾ ആധുനികം. ആ പട്ടികയിൽ താജ്മഹലിനിടമുണ്ട് ആധുനിക സപ്താത്ഭുതങ്ങളിൽ. സഹോദരങ്ങളെ, അങ്ങനെ പറയുന്ന സപ്താത്ഭുതങ്ങളെ ലോകം പറയാറുള്ള പോലെ അള്ളാഹു ഇവിടെയും സപ്താത്ഭുതങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. 6 ഇവിടെ പറഞ്ഞു. അതിനുശേഷം അതുപോലെ അള്ളാഹു പറയുന്നുണ്ട്, വസ്സമാ വമാ ബനാഹ. ആകാശം അത് നാം നമ്മുടെ അധികാരം കൊണ്ട് സംവിധാനിച്ചതും പടച്ചതുമാണ് മായ രീതിയാണ് സത്യമെന്നാണ് അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ വമാ ബനാഹ, ആകാശം നാം വിധാനിച്ചു, ആകാശം നാം സൃഷ്ടിച്ചു, ആകാശത്തെ നാം പണിതു. വമാ ബനാഹ എന്നൊക്കെ അള്ളാഹു പലയിടത്തും പറയുന്നുണ്ട്. വസ്സമാ ബനൈനാഹ ബിഐദിൻ, വസ്സമാ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്തെ നമ്മുടെ ഐദി, നമ്മുടെ കൈകൾ എന്നാണ് പറയുന്നത്. അള്ളാഹു കൈ എന്ന് പറയുന്നത് നമ്മുടേതുപോലെ നീണ്ട കൈകളെ ഉപയോഗിച്ചല്ല എന്ന് വളരെ വ്യക്തമാണ്.
ബിഐദിൻ നമ്മുടെ അധികാരത്തിൻ്റെ കരുത്തുപയോഗിച്ച് നാം ആകാശം പണിതു. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വ ഇന്നാ ലമൂസിഊൻ, തീർച്ചയായും നാം ആകാശത്തെ വികസിപ്പിക്കുകയാണ്. വളരെ ലളിതമായ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ആകാശത്തെ അള്ളാഹു വികസിപ്പിക്കുന്നു എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, സൂര്യനാണ് സത്യം, അതിൻ്റെ സ്വന്തം പ്രകാശമാണ് സത്യം. എന്നാൽ ചന്ദ്രനാണ് സത്യം, അത് സൂര്യനെ അനുധാവനം ചെയ്ത് ഏറ്റുവാങ്ങുന്ന പ്രകാശമാണ് സത്യം എന്ന് പറഞ്ഞിടത്ത് സൂര്യനും ചന്ദ്രനും പ്രകാശമുള്ളത് കാണുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് രണ്ടിൻ്റെയും സ്വന്തം പ്രകാശമെന്ന് പറയാതെ സൂര്യൻ്റെ സ്വന്തം പ്രകാശമെന്നും ചന്ദ്രൻ്റെ അതിനെ ഫോളോ ചെയ്യുമ്പോഴുള്ള പ്രകാശമെന്നും വകതിരിച്ച് പറയാൻ അന്ന് അള്ളാഹുവിനല്ലാതെ അതിൻ്റെ പടച്ചവനല്ലാതെ കഴിയാത്ത പോലെ അള്ളാഹു ഇവിടെ പറയുകയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ഖുദറത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് നാം കാണേണ്ടത്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും എങ്ങനെ ആയത്താകുന്നു എന്ന് മനസ്സിലാവുക. ആയത്തെന്നാൽ ദൃഷ്ടാന്തമെന്ന. സൂര്യനൊരു ദൃഷ്ടാന്തമാ, ചന്ദ്രനൊരു ദൃഷ്ടാന്തമാ, നക്ഷത്രങ്ങൾ ദൃഷ്ടാന്തമാണ്, രാവൊരു ദൃഷ്ടാന്തമാണ്, പകലൊരു ദൃഷ്ടാന്തമാണ്. അതിനുപയോഗിക്കുന്നത് ആയത്തെന്ന. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തിനെയും ഓരോ സൂക്തങ്ങളെയും ആയത്തെന്നാ പറയുക. സൂക്തത്തിന് ശരിയായ പദം ആയത്തെന്നല്ല അറബിയിൽ. ആയത്തിന് ദൃഷ്ടാന്തമെന്നാണ് അർത്ഥം. അള്ളാഹുവിലേക്ക് എന്നെ കണ്ടെത്താൻ കഴിയുന്ന ഉപകരണമെന്ന പ്രതീകമെന്നാണ് ആയത്തിൻ്റെ അർത്ഥം. സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ. പക്ഷേ ഖുർആനിലെ ഓരോ ആയത്തും ആയത്താണ് അത്ര. എന്ന് പറഞ്ഞാൽ വൽ ഖമരി ഇദാ തലാഹയിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ആയത്തുണ്ട്. ആധുനിക മനുഷ്യന് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശത്തെ വേർതിരിച്ചറിയാൻ കഴിയാഞ്ഞൊരു കാലത്ത് അത് വകതിരിച്ച് പറയുന്ന അള്ളാഹുവിൻ്റെ സവിശേഷമായ പ്രയോഗത്തിലെ ആയത്തുണ്ട്. അതാണ് ഓരോന്നും ആയത്താന്ന് പറയുന്നത്. നീണ്ട ആയത്ത് വേണ്ട, ഓരോന്നിലുണ്ട് അള്ളാഹ് ഉണ്ടെന്നറിയാൻ ആവശ്യമായത് ഒരായത്തിലുണ്ട് അത്രേ. അങ്ങോട്ട് നാം ഒന്ന് എത്തണം, അവിടേക്ക് നമ്മുടെ ചിന്തകളെ പായിക്കണം. അങ്ങനെയാണ് ഖുർആനെ പഠിക്കേണ്ടത്. ഖുർആനിൻ്റെ ഓരോ ആയത്തിനെയും ആയത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിലെ ഒരായത്ത് പഠിച്ചാൽ അവന് പ്രഭാതത്തിൽ അവൻ പള്ളിയിലേക്ക് വരികയും ഖുർആനിൻ്റെ ആയത്തുകളിൽ ഒരായത്ത് പഠിക്കുകയും ചെയ്താൽ, എന്താ പറഞ്ഞത്, ഒരു സൂക്തം പഠിച്ചാൽ എന്നുള്ളതിന് ഉപയോഗിച്ചത് ആയത്ത് പഠിക്കുക, ദൃഷ്ടാന്തം പഠിക്കുക. അപ്പം വശംസി വളുഹാഹ എന്ന് പഠിച്ചാൽ അവിടെ ഒരു ദൃഷ്ടാന്തം പഠിക്കുകയാണ്. സൂര്യനും അതിൻ്റെ പ്രഭയും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. അള്ളയെ തെളിയിച്ച് കാട്ടുന്ന അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ ഉറപ്പിക്കുന്ന ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞു വരുന്നതിലൊക്കെ ഉണ്ട്. അള്ളാഹു ഈ ആകാശത്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ സംവിധാനം, അതിൻ്റെ പിന്നിലെ കരങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു ഈ ആകാശ നിർമ്മിതിയെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇന്നാ ലമൂസിഊൻ, നിശ്ചയം നാം അതിനെ വികസിപ്പിക്കുന്നു എന്നാണ്. ഇതിലെന്താ ഇത്ര വലിയ അത്ഭുതം അല്ലേ? ഇതെന്താ വലിയ പൊതുവല്ലോ ഉണ്ടോ? ആകാശത്തെ അള്ളാഹു വികസിപ്പിക്കുന്നു. വസീഅ എന്ന് പറഞ്ഞാൽ വികസിതമായത്. ഔസഅ വികസിപ്പിച്ചു, മൂസിഅ വികസിപ്പിക്കുന്നവൻ, ഇന്നാ നാം വികസിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലളിതമാണ്. ഇതിലെന്താ ഇത്ര വലിയ പുതുമ? ആകാശത്തെ വികസിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരായത്തിൽ ദൃഷ്ടാന്തമുണ്ട്. ലോകം ദർശിച്ച ഏറ്റവും വലിയ ദൃഷ്ടാന്തം, ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന 20-ാം നൂറ്റാണ്ട് ദർശിച്ച, ന്യൂട്ടന് ശേഷം ലോകം ദർശിച്ച ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെന്ന് ലോകം വിശേഷിപ്പിച്ച, ഐൻസ്റ്റീന് ശേഷം എന്ന് വിശേഷിപ്പിച്ച സർ സ്റ്റീഫൻ ഹോക്കിംഗ്, അയാളുടെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ക്ലാസിക് ഗ്രന്ഥമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നതാണ്. യൂണിവേഴ്സൽ എക്സ്പാൻഷൻ തിയറിയാണ് 20-ാം നൂറ്റാണ്ട് നടത്തിയ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെത്തലെന്ന്. എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം, ആകാശ വികാസം എന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ കണ്ടെത്തൽ. അതിനു മുമ്പ് ആരും കണ്ടെത്തിയില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഇത് നാം വായിച്ചിട്ട് വേണം. വഇന്നാ ലമൂസിഊൻ, ആകാശം നാം പണിതു നമ്മുടെ കരവിരുതുകൊണ്ട്, നാം അതിനെ വികസിപ്പിക്കുന്നു എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഒരു ഗ്രന്ഥം ലോകത്തോട് പറയുന്നതിൽ ദൃഷ്ടാന്തമുണ്ടോ ആയത്തുണ്ടോ എന്ന് പഠിക്കാൻ. ഖുർആൻ വായിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പോയി എന്ന് പറയുന്ന ഭ്രാന്തന്മാരുണ്ടല്ലോ, കന്നാലികൾ. പക്ഷേ ഖുർആൻ ഒരായത്ത് വായിക്കേണ്ടതുപോലെ വായിച്ചാൽ ആർക്കാ പോകാൻ പറ്റുക? വായിക്കേണ്ടതുപോലെ വായിക്കണം. അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണം.
സയൻസ് പഠിക്കണം, സയൻസും പഠിക്കണം. സയൻസ് മീൻസ് ആയാത്ത്, ദൃഷ്ടാന്തം. സയൻസ്, SIGNS, സയൻസ്. സയൻസോ SCINCE. കേൾക്കുമ്പോൾ രണ്ടും ഒന്നാ. സയൻസ്, സയൻസ് അല്ലേ? സയൻസിനോടൊപ്പം സയൻസും കൂടെ ചേർത്ത് വായിക്കണം. അപ്പോഴാണ് ഖുർആൻ ആയാത്തുകളാകുന്നത്, ആയത്തായി മാറുന്നത്. കാണുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഖുർആൻ്റെ വരി വായിച്ചിട്ട് സയൻസ്, അതിലെ സയൻസ് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ആ സയൻസിൻ്റെ പഠനമായ സയൻസ് ഉണ്ടല്ലോ, സയൻസിൻ്റെ പഠനമായ സയൻസ് അതോടെ പഠിക്കണം. അത് പഠിക്കും, രണ്ടോടെ ചേർത്ത് പഠിക്കുമ്പോൾ ദൃഷ്ടാന്തം മനസ്സിലാവും. അള്ളാഹു ആ നിലയിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതാറുള്ളത് അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ കണ്ടിയിലെയോ, എങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടിപ്പ്? ബയോളജിയാണത്, സയൻസാണ്. വൈലസ്സമാഇ കൈഫ റുഫിഅത്. ആകാശം കണ്ടിയിലെയോ, എങ്ങനെയാണ് അതിൻ്റെ ഉയർന്നു നിൽപ്പ്? ഇത് സയൻസ് അല്ലേ, അസ്ട്രോണമി അല്ലേ? അല്ലേ? അപ്പൊ ഈ പഠനമാണ് ഖുർആൻ. അള്ളാഹുവിനെ അറിയാനുള്ള വഴി അതാ. എന്തേ ഈ സമുദായത്തിന് അള്ളയെ അറിയാതെ പോയി? അവൻ സയൻസും പഠിച്ചില്ല, സയൻസും പഠിച്ചില്ല, ആയാത്തും പഠിച്ചില്ല. സയൻസ് അഥവാ ആയാത്തും പഠിച്ചില്ല, സയൻസും പഠിച്ചില്ല. അങ്ങനെ വന്നതുകൊണ്ടാണത്. പക്ഷെ ഇവിടെ അള്ളാഹു പറയുകയാണ്, ആകാശത്തെ നാം നമ്മുടെ കരവിരുതുകൊണ്ട് ഉയർത്തി സ്ഥാപിച്ചു. അത് താഴോട്ടൊന്നും വരില്ല, പക്ഷെ താഴോട്ട് വരും. എപ്പോൾ? ഇദസ്സമാഉൻ ഫതറത് വൈദൽ കവാകിബുൻ തസറത്. ആകാശം പൊട്ടിപ്പിളരും, നക്ഷത്രങ്ങൾ ചിതറി വീഴും താഴോട്ട്. ഭൂഗുരുത്വ ബലം നഷ്ടപ്പെട്ട് താഴോട്ട് വരുന്ന ഒരു സമയമുണ്ട്. ഇതിനൊക്കെ താഴോട്ട് വരുന്നതിന് വല്ല തടസ്സമുണ്ടോ? ആകാശത്ത് നിൽക്കുന്നതിലല്ലേ അത്ഭുതമുള്ളൂ. ഭൂമിയുടെ ഭാരം എത്രയാണ്? നമ്മയും കൊണ്ട് ഈ ആകാശ സീമകളിൽ, അന്തരീക്ഷ സീമകളിൽ വിരലൊന്ന് ഞൊടിക്കുമ്പോൾ 38 കിലോമീറ്റർ നമ്മയും കൊണ്ട് ചീറിപ്പറക്കുന്ന ഈ ഭൂമി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണെന്ന അഹങ്കാരി ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ കറക്കം കറങ്ങുമ്പോൾ സെക്കൻഡിൽ 30 കിലോമീറ്റർ നിന്നെയും കൊണ്ട് കറങ്ങുന്ന ഈ സാധനത്തിൽ ഒരു കറക്കത്തിൻ്റെ ഇളക്കത്തിൻ്റെ തരിപ്പ് പോലും അനുഭവിക്കാതെ നിന്നെ പിടിച്ചു നിർത്തുന്നവൻ ആരാണ്? അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സൂറകളിലൂടെ, ഈ അധ്യായങ്ങളിലൂടെ, കൊച്ചു കൊച്ചു സൂറകളിലൂടെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് 6 അത്ഭുതം ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും മികച്ച, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് പുസ്തകത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളതാണ്. അതപ്പോൾ അള്ളാഹ് പറഞ്ഞേക്കണേ. 14 നൂറ്റാണ്ട് ഖുർആൻ പറഞ്ഞ ഇന്നാ ലമൂസിഊൻ, നാം അത് വികസിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അവിടെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ 7ാമത് പിടിക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്നറിയോ? വനഫ്സിൻ വമാ സവ്വാഹാ, വനഫ്സിൻ വമാ സവ്വാഹാ. 7ാമത് പറയുകയാണ് അള്ളാഹു താല, മനുഷ്യ മനസ്സാണ് സത്യം, അതിനെ ബാലൻസ് ചെയ്ത രീതിയാണ് സത്യം. നോക്കൂ, മനുഷ്യ മനസ്സ് ഈ 7 എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാൻ മാത്രം വലിയ സാധനം വല്ലതാണോ? മനുഷ്യൻ 6 അടിയുള്ളൂ ശരാശരി 5 അടി 8 ഇഞ്ചുള്ളെന്നാണ്. 6 അടിയൊക്കെയാണ് സാധാരണ വലിപ്പ ഉയരമുള്ള മനുഷ്യരുടെ പൊക്കം. പിന്നെ കൂടിയാൽ കുറച്ചൊക്കെ കൂടും. ഈ മനുഷ്യൻ്റെ ഉള്ളിലാണ് ഹൃദയം, ഇവിടെയാണ് മനസ്സ്, നഫ്സ്. ആ നഫ്സ് ഈ ആകാശത്തോടും സൂര്യനോടും ചന്ദ്രനോടും ഭൂമിയോടും പകലിനോടും രാവിനോടും ചേർത്ത് പറയേണ്ട പ്രതിഭാസമാണോ? ആണെന്നാണല്ലോ പറയണത്. അതിലും വലിയ പ്രതിഭാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മാ വസഅത്നി അർളി വലാ സമാഇ, മാ വസഅത്നി അർളി വലാ സമാഇ. ഞാൻ എന്നെ ഉൾക്കൊള്ളാൻ എൻ്റെ ആകാശവും ഭൂമിയും പര്യാപ്തമായില്ല. എന്നെ, അല്ലാഹുവിന്റെ വലിപ്പം, അത് ഉൾക്കൊള്ളാൻ ആകാശം പോരാ. ആകാശത്തിന് അള്ളയെ കൊള്ളാൻ, അള്ളയെ ആകാശം കൊള്ളൂല. വല അർളി, ഭൂമികളും എന്നെ കൊള്ളുകയില്ല. എന്നെ ഉൾക്കൊള്ളാൻ, താങ്ങാൻ ആകാശത്തിനും ഭൂമിക്കും ശേഷിയില്ല. പക്ഷേ വലാക്കിൻ വസഅനി ഖൽബു അബ്ദിയൽ മുഅ്മിനി
പക്ഷേ എൻ്റെ വിശ്വാസിയായ എൻ്റെ ദാസൻ്റെ ഹൃദയം എന്നെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ്. വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി ഉണ്ട് എന്ന്. അത്ഭുതമാണ് അള്ളാഹു മനുഷ്യൻ്റെ മനസ്സ്. ഈ മനുഷ്യ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ മെരുക്കുക, അതാണ് ഈ ലോകത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മം, ദൗത്യം. അല്ലാതെ വെറുതെ കാള കളിക്കാൻ വന്നതല്ല നമ്മൾ. കാളകളെപ്പോലെ കന്നാലികളെപ്പോലെ ജീവിക്കാൻ വന്നവരല്ല നമ്മൾ. തിന്നാൻ നല്ലത് തിന്നാൻ നമുക്ക് രുചിയുള്ളത് തിന്നുമ്പോൾ നമ്മൾ മൃഗത്തേക്കാൾ വലിയവനൊന്നും ആയിട്ടില്ല. നമുക്ക് രുചിയുള്ളത് തിന്നണമെങ്കിൽ എന്താ പെടാപ്പാട്, ബദ്ധപ്പാട്? നമ്മൾ വളർത്തുന്ന നമ്മുടെ വീട്ടിലെ തൊഴുത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പുല്ല് നമ്മേക്കാൾ രുചിയോടെ ആർത്തിയോടെ പശുവിന് തിന്നാനാവും. ഒരു അധ്വാനവും വേണ്ട. രുചിയുള്ളത് തിന്നാൻ നമുക്ക് മാത്രമല്ല, കന്നാലിക്കും കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇണകളോട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ആനന്ദം ആസ്വദിക്കുന്നെങ്കിൽ അത് ഏത് മൃഗത്തിനുമാവും. അത് ഉൽപാദനത്തിന് പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഏത് കന്നാലിക്കുമാവും. പക്ഷെ മനുഷ്യന് മാത്രം, അവയ്ക്കൊന്നും സാധ്യമാകാത്ത, മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒരു വളർച്ചയുണ്ട്. ആ വളർച്ചയാണ് നിന്നിൽ നിന്നുള്ള ആവശ്യപ്പെടുന്നത്. മനുഷ്യ ശരീരം, ഞാൻ പറഞ്ഞു നിങ്ങളോട്, വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് കുതിക്കുകയല്ലേ. ഒരു അണുവായിരുന്ന, കീടമായിരുന്ന, രേതസ് കണമായിരുന്ന മനുഷ്യൻ വളർന്ന് വളർന്ന് അത് ഒരു കണം, ഒരു കണിക, ഒരു മനുഷ്യൻ്റെ ബീജം, അത് ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ല. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ല. ഒരു മനുഷ്യൻ ആ ബീജകണത്തേക്കാൾ കുറഞ്ഞതൊരു 100 കോടി ഇരട്ടി വലിപ്പത്തിൽ ഒരു മനുഷ്യൻ വളർന്നു നിൽക്കുക. 6 അടി വലിപ്പമുള്ള ഒരു മനുഷ്യൻ, അവന് ജന്മം നൽകിയ ബീജകണത്തേക്കാൾ 100 കോടി ഇരട്ടി വലിപ്പത്തിലാണ് വളർന്നു നിൽക്കുന്നത്. 100 കോടി ഇരട്ടി വലിപ്പത്തിൽ ഒരു മനുഷ്യൻ വളർന്നു നിൽക്കുന്നത്. എത്ര വളരും മനുഷ്യൻ? അവന് ജന്മം നൽകിയ ഒരു ബീജകണത്തേക്കാൾ മനുഷ്യൻ വളർന്നു നിൽക്കുന്നത്, ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യൻ അവനെ ജനിപ്പിച്ച ബീജത്തേക്കാൾ 100 കോടി ഇരട്ടിയാണ് വളർന്നു നിൽക്കുന്നത്. നമ്മൾ ഓർക്കാറുണ്ടോ എത്ര കണ്ടാ മനുഷ്യൻ വളരുന്നതെന്ന്? പ്രപഞ്ചം അതിൻ്റെ ശൂന്യതകളിൽ നിന്ന്, അതിൻ്റെ പ്രാകൃതാവസ്ഥകളിൽ നിന്ന് വളർന്ന് ആകാശത്തെ തൊടുകയാണ്. ആകാശത്തെ തൊടുകയാണ്. എവറസ്റ്റൊക്കെ പോയി റോക്കറ്റ് കൊണ്ട് ഇന്ന് ആകാശം തൊടുകയാണ്. പ്രപഞ്ചവും വളർച്ചയുടെ കുതിപ്പിലാണ്. ശരീരം വളർച്ചാ പൂർണ്ണതയിലേക്ക് കുതിക്കുന്നു. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, പുരോഗതിയുടെ പുതുരോഗങ്ങൾ താണ്ടുന്നു. ഇതാണ് ലോകം. പക്ഷേ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത്, ഇതിനെല്ലാം കവിഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിനെ ആവാഹിക്കാൻ ശേഷിയുള്ള മനുഷ്യൻ്റെ മനസ്സ് വളരുന്നോ തളരുന്നോ? ഇതാണ് നമ്മുടെ വലിയ ചിന്താ വിഷയമാകേണ്ടത്. എൻ്റെ മനസ്സ് വളരുകയാണോ? ഇവിടെയാണ് അള്ളാഹു ചേർത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം. വനഫ്സിൻ വമാ സവ്വാഹ. വനഫ്സിൻ മനുഷ്യ മനസ്സാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ബാലൻസ് ചെയ്ത് തന്ന അള്ളാഹുവാണ് സത്യം. ഇത് പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഇപ്പോൾ ലോസ് ആഞ്ചലസിലാണെങ്കിൽ ഇപ്പം അടുത്ത നിമിഷം അത് ഫുജൈറയിലാണെങ്കിൽ, അപ്പുറത്ത് ഷാർജയിലാണെങ്കിൽ, അപ്പുറത്ത് പാരീസിലാണ്. പിടിച്ചാൽ കിട്ടാത്ത ഈ പ്രതിഭാസത്തെ നിന്റെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ 6 അടിക്കുള്ളിൽ ഒതുക്കി നിന്നേക്ക് വിധേയമാക്കി തന്ന വമാ സവ്വാഹ, ഇതിനെ ബാലൻസ് ചെയ്ത ആ സംവിധാനം, ആ ശക്തി ആര്? അവനാണ് സത്യം. വല്ലാത്തൊരു വർത്താനം അത്. പിടിച്ചാൽ കിട്ടുന്ന സാധനമാണോ ഇത്? ഇതാ പിടിച്ചാൽ കിട്ടാതായാൽ പിന്നെ നമ്മൾ തന്നെ ഇല്ലാതാവും. ഈ മനസ്സിനെ പിടിച്ചാൽ കിട്ടാതായാൽ അത് കൊണ്ട് നടക്കുന്ന മനുഷ്യൻ തന്നെ ഇല്ലാതാകും. അതിൻ്റെ പേരാണ് ആത്മഹത്യ. ഒരു വർഷം 10 ലക്ഷം ആളുകൾ മരിച്ചു പോകുന്നത് ഈ പിടിച്ചാൽ കിട്ടാത്ത സാധനത്തെ പിടിച്ചാൽ കിട്ടാത്തിടത്തേക്ക് എത്തിച്ചുകൊണ്ട്, അതിനെ പിടിച്ചാൽ കിട്ടുന്നിടത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അച്ചടക്ക പദ്ധതികൾ. അതാണ് ഇസ്ലാം. അച്ചടക്ക പദ്ധതികൾക്ക് വിധേയമായില്ലെങ്കിൽ ഇതിനെ പിടിച്ചാൽ കിട്ടൂല. ഒമാ സവ്വാഹ, അത് ബാലൻസ്ഡ് അല്ലെങ്കിൽ, അമ്മയെ കണ്ടാൽ, പെങ്ങളെ കണ്ടാൽ, മകളെ കണ്ടാൽ, ഭാര്യയെ കണ്ടാൽ 4 പെണ്ണ. അതിനെ ബാലൻസ് ചെയ്ത അല്ലാഹ്. ആ ബാലൻസിങ് ഇല്ലെങ്കിൽ, 4 പേരോടും ഒരേപോലെയാണ് അവൻ്റെ ഇടപെടലെങ്കിൽ, അപ്പോൾ തന്നെ അവൻ നഷ്ടപ്പെട്ടു. അവൻ്റെ സ്ഥലം ഉളംപാറയാണ്, അല്ലേ? അതിനെ ബാലൻസ് ചെയ്ത അല്ലാഹുവാണ്. ഈ 4 പെണ്ണുങ്ങൾ ഒരേ സമയം സ്ത്രീകൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, അമ്മയോട് അമ്മ എന്ന പോലെ, പെങ്ങളോട് പെങ്ങളെന്ന പോലെ, സഹോദരി അതുപോലെ മകളോട് മകളെന്ന പോലെ, ഭാര്യയോട് ഭാര്യ എന്ന പോലെ പെരുമാറാൻ ഒരു വീട്ടിൽ ഒപ്പമുള്ള ഈ 4 പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് 4 വിധത്തിൽ ആ വീട്ടിൽ പെരുമാറുന്ന
ഒരു മാനസികാവസ്ഥ, ബാലൻസ്, അതല്ലയാണ് ഈ മനസ്സിൽ വെച്ചത്. നമ്മുടെ ആരും എടുക്കല്ല. ആണോ? എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന അഹങ്കാരി ഓർക്കണം. ഈ മഹാപ്രതിഭാസങ്ങളോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞ ഒരു വലിയ പ്രതിഭാസം പേറിയാണ് നീ നിൽക്കുന്നത്. ഇതിനെ വളർത്തണം. അള്ളാഹു നമുക്ക് എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന തിരിച്ചറിവ് തരട്ടെ. ഈ മനസ്സ് മറന്നുപോയതാണ് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിൻ്റെ വലിപ്പം, അതിൻ്റെ അനന്തമായ സാധ്യതകൾ, അതിൻ്റെ വിശുദ്ധി, അതിനെ അച്ചടക്കത്തിൻ്റെ മൂശയിൽ പിടിച്ചു നിർത്തുന്നത്. അതിൻ്റെ ആയത്തിൻ്റെ അടുത്ത വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാനാണ് പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ ഇച്ഛകളുടെ തടവറയിൽ നിന്ന് അതിനെ തളച്ചിടുന്നിടത്ത് നിന്ന് അതിനെ മോചിപ്പിക്കാനാണ് ഇസ്ലാം മനോസംസ്കരണ പദ്ധതികൾ നമുക്ക് തരുന്നത്. അല്ല, തളച്ചിടപ്പെട്ടു പോകും. കുടിക്കാൻ തോന്നിയതൊക്കെ കുടിച്ചാൽ, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഡിസയേഴ്സ്, അതുപോലെ തന്നെ അവൻ്റെ മോഹങ്ങൾ, അതിനൊക്കെ പെട്ടെന്ന് സഡൻ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടണമെന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഇഡ് ഓർ ലിബിഡോ എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് വ്യാഖ്യാനിച്ച നഫ്സുൽ അമ്മാറ, തെറ്റിന് മാത്രം പ്രേരിപ്പിക്കുന്ന ടീനേജ് പ്രായം. ആ പ്രായത്തിൽ മക്കളെ തളയ്ക്കണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പറയണു, ആ പ്രായത്തിൽ മക്കളെ തളയ്ക്കരുത്, തൊടരുത്, ഒരു നേരെ വടിയെടുക്കരുത്, അവരോട് കൽപ്പിക്കരുത്, നോ പറയരുത്. അവരുടെ ഇഷ്ടത്തിന് വിടണം. അവർക്ക് ഭോഗിക്കണമെന്ന് തോന്നിയാൽ ഭോഗിക്കണം. സ്വയം ഭോഗം വേണമെങ്കിൽ അനുവദിക്കണം. സ്വവർഗഭോഗം വേണമെങ്കിൽ അനുവദിക്കണം. ഏത് പെൺകുട്ടിയോടും എപ്പോഴും ലൈംഗിക ബന്ധം പുലർത്താൻ കഴിയണം. അത് പിള്ളേരുടെ മോഹമാണ്. മോഹത്തെ തളയ്ക്കരുത്. ഇസ്ലാം പറയുന്നു തളയ്ക്കണം. ഇൻസ്റ്റന്റ് സഡൻ ഗ്രാറ്റിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രായമുണ്ട്, ഇട് നിയന്ത്രിക്കുന്ന ഒരു പ്രായം. അതിനാണ് ടീനേജ് എന്ന് പറയണേ. അത് കഴിഞ്ഞിട്ടാണ് മനസാക്ഷി ഉണരുന്ന അടുത്ത ഘട്ടം വരുന്നത്. അപ്പോൾ തെറ്റാന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് തെറ്റ് താങ്ങാനാവാത്ത പ്രായം, അതാണ് ഈഗോ. കഴിഞ്ഞിട്ട് സൂപ്പർ ഈഗോയിലേക്ക് പോകുന്ന നഫ്സ മുത്തുമഇന്ന, നഫ്സ അമ്മാറ, ലവ്വാമ, മുത്തുമഇന്ന. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നോ? ഞാൻ ഇൻഷാ അല്ലാഹ് ഇനിയും വിശദീകരിക്കാം. ഇതൊരു വലിയ ഉള്ളറിവാണ്. അതുകൊണ്ട് ഇവിടെ ഇതിനെ പിടിച്ച് കെട്ടണം. അതിനുവേണ്ടി അള്ളാഹു തരുന്നതാണ് ആത്മീയ വികാസത്തിൻ്റെ ലോകം. ശരീരം അതിൻ്റെ വികാസത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് പാറിപ്പറക്കുമ്പോൾ, പ്രകൃതി അതിൻ്റെ വികാസ പരിണാമങ്ങളിലൂടെ ആകാശ സീമകളെ സ്പർശിച്ചു നിൽക്കുമ്പോൾ, അതിന് വെമ്പുമ്പോൾ, അതിൻ്റെ ഉള്ളിരുന്ന് തിരയടിക്കുന്ന, അതിനെല്ലാം കവിഞ്ഞു നിൽക്കുന്ന മനസ്സിനെ ബാലൻസ് ചെയ്ത് അതിൻ്റെ ഉന്നതമായ വിധാനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ജോലിയാണ് ഈ ലോകത്ത് മനുഷ്യനെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ എന്ന ആകാശത്തോട് നാം ചോദിച്ചു, ഭൂമിയോടും ഞാൻ ചോദിച്ചു, വൽ ജിബാൽ പർവ്വതങ്ങളോടും ചോദിച്ചു. നിങ്ങൾക്ക് ചോയ്സ് തരാം. സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന അവകാശ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ? അവ ഏറ്റെടുക്കാൻ മടിച്ചു. ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമോർത്ത് ആകാശവും ഭൂമിയും മാമലകളും മടിച്ചത്. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, പക്ഷെ അവൻ മഹാ അക്രമിയും മഹാവിവരം കെട്ടവനുമായി മാറുകയാണുണ്ടായത്. ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട് മറ്റൊരിടത്ത്. ഇതൊക്കെ വികാസത്തിൻ്റെ പാഠശാലയിലെ ഉദാരമായ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഓരോ അമലും യഥാസമയം നിർവഹിക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ അച്ചടക്കം സാധ്യമാകുന്നു. അതുകൊണ്ടാണ് ഓരോ അമലും ആദ്യ സമയത്ത് നിർവഹിക്കണമെന്ന് പറഞ്ഞത്. അതിനെയാണ് സാബിഖൂന സാബിഖൂൻ. എന്തിലും മുമ്പേ നടന്നവർ തന്നെയാണ് എന്ന് ഖുർആനിൽ സൂറത്തുൽ വാഖിയിൽ അല്ലാഹു പറഞ്ഞല്ലോ. ആരാണ് സാബിഖൂൻ? നമസ്കാരത്തിന് ആദ്യ സഫിൽ ഒന്നാമതായി ഇടം പിടിക്കുന്നവൻ. അത് മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പഠിച്ച ആണത്തത്തിൻ്റെ അടയാളമാണ്. ഏതാണ് ഏറ്റവും നല്ല അമൽ? മുഹമ്മദ് റസൂലുള്ള. 10 പൈസയുടെ ഭൗതിക ഗുണം നമ്മൾ കാണുന്നില്ല, പക്ഷെ അകത്ത് നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സെന്ന് പറയുന്ന മഹാശക്തിയെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഇടപെടൽ അവിടെ ഉണ്ട്. ഏതാണ് ഏറ്റവും നല്ലത്? പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, പറഞ്ഞൂടെ? അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുക, പറഞ്ഞൂടെ? പണം ചെലവാക്കി ഹജ്ജ് ചെയ്താ. അസ്സലാത്തു ലി വഖ്തിഹ, നമസ്കാരം ആദ്യ സമയത്ത് നിസ്കരിക്കലല്ല ഏറ്റവും നല്ല, ഏറ്റവും വലിയ ആത്മസംയമന ശീലനം നിസ്കാരമല്ല. കുറേ നിസ്കാരക്കാരുണ്ട്, ഇപ്പോൾ കള്ളുകൂടിയുണ്ട് നിസ്കാരക്കാർക്ക്, പണ്ടതില്ലായിരുന്നു, മനസ്സിലായില്ലേ?
പെണ്ണുപിടിയുണ്ട് ഇപ്പോൾ നിസ്കാരക്കാർക്ക്. പണ്ട് അതില്ലായിരുന്നു, നിസ്കരിക്കുന്നവെങ്കില്ലായിരുന്നു. നിസ്കാരമല്ല, ആത്മസംയമനം മനസ്സിനെ ബാലൻസ് ചെയ്യുന്ന അത്ഭുത പ്രക്രിയയിലൂടെ തൻ്റെ ആന്തരിക സിദ്ധിയെ താനറിയാതെ വളർത്തി സ്വർഗസീമകളിൽ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന പ്രക്രിയയിൽ തന്നെ സഹായിക്കുന്നത് നിസ്കാരമല്ല, അതിൻ്റെ നേരത്ത് നിസ്കരിക്കലാണ്. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. അതുകൊണ്ട് 5 നേരം നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ജുമയുണ്ട്, വർഷത്തിലാണ് സക്കാത്ത്. ഇങ്ങനെ അത് കൃത്യമായ സമയത്ത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മീയമായ അച്ചടക്കമുണ്ട്. സഡൻ ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് ഇപ്പം എന്താണോ സുഖം അത് മാത്രം അതിൻ്റെ പുറകെ നടക്കുന്ന മനസ്സിനെ പിടിച്ചു കെട്ടി പഠിക്കേണ്ടത് അങ്ങനെയാണ്. ടീനേജ് പ്രായത്തിൽ പിടിച്ചു കെട്ടാത്തവന് ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും പ്രായത്തിലേക്ക് വിജയകരമായി മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ടീനേജ് മക്കളെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്. സൂമ്പ എന്നും തുള്ളല്ലേ, ഒരുപാട് മക്കളെ തുള്ളിക്കാൻ വിടരുത് എന്ന് പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല, പിന്നെ പിടിച്ചാൽ കിട്ടില്ലാത്തതുകൊണ്ടാണ്. പിടിച്ചാൽ കിട്ടേണ്ട സമയത്ത് പിടിച്ചാൽ കിട്ടണം, അതുകൊണ്ടാണ് പറയണത്. അതുകൊണ്ട് ഹജ്ജും അതുപോലെയാണ് സഹോദരങ്ങളെ. അത് വർഷത്തിലൊരിക്കലാണ് നിർബന്ധിച്ചിരിക്കുന്നത്. ഏതമല് പറഞ്ഞാലും കൽപ്പിച്ചാലും അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കണം. അതാണ് ആത്മസംയമനശീലത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ രൂപം. അതുകൊണ്ട് ജീവിതം മുഴുവൻ സമയം തന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത അമലായി ഇന്ന് ഹജ്ജ് മാറിയില്ലേ? അല്ലേ? നിസ്കാരമുള്ള നോമ്പനുഷ്ഠിക്കുന്ന ഹജ്ജ് ചെയ്യുന്ന ആളുകൾ പോലും, അല്ല സക്കാത്ത് കൊടുക്കുന്നവർ പോലും ഹജ്ജിൻ്റെ കാര്യം വരട്ടെ സമയമുണ്ടല്ലോ. അവസാനം എന്താ സംഭവിക്കുക? ഹജ്ജ് നീട്ടിവെച്ചാൽ പിന്നെ അത് നിർവഹിക്കാനാവാത്ത സ്ഥിതി വരുമെന്ന്. 5 വർഷം നീട്ടിവെച്ചാൽ നന്മ തടയപ്പെട്ടവൻ കുരുത്തം കെട്ടവനാകുന്ന ഒരു ഹദീസിൽ കാണാം. അതുപോലെ തന്നെ യഹൂദിയായി മരിച്ചു പോകേണ്ടി വരുമെന്ന് കാണാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ, ഡോക്ടറാണ്, അഡ്വക്കേറ്റാണ്, 2 പേരും ദമ്പതികൾ. ഹജ്ജ് ചിലപ്പം വൈകി, റിട്ടയർമെൻറ്റിന് വേണ്ടി കാത്തിരുന്നു. അതിനുശേഷം അവർ ഹജ്ജിന് പോകാൻ ശ്രമിച്ചപ്പോൾ ആദ്യം കെട്ടിയ പണം അത് പിന്നെ തിരിച്ചു കിട്ടി പോക്കാണെന്നില്ല. രണ്ടാമത് കെട്ടിയത് തിരിച്ചും കിട്ടിയിട്ടില്ല 2-ാം വർഷം. 3-ാമത്തെ വർഷം പോയതിൻ്റെ ബദ്ധപ്പാട് അവർ പറയുകയുണ്ടായി. വൈകുന്നതിൻ്റെ പ്രയാസങ്ങളാണ്. ഇപ്പോൾ വൈകിച്ച് എവിടെ എത്തി? പ്രയാസങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ ഹജ്ജ് സമയത്ത് നിർവഹിക്കാതെ 5 വർഷത്തിനുള്ളിൽ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ പിന്തിച്ചാൽ അപകടമാണ്. അതുകൊണ്ട് ഹജ്ജ് ഉദ്ദേശിക്കുന്നവർ വേഗം തന്നെ ചെയ്യണം. ഹജ്ജ് ഉദ്ദേശിക്കുന്നവർ ഇപ്പം നോക്കൂ, 42,000 പേരുടെ ഹജ്ജ് തടയപ്പെട്ടു. ഇനി ഇതിലധികം തടയപ്പെടും. ശാരീരികമായ അസൗകര്യങ്ങൾ വരാം, അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങൾ വരാം. നീട്ടിവെച്ച പലർക്കും ഹജ്ജ് ചെയ്യാനാവാതെ മരിച്ചു പോയിട്ടുണ്ട്. അതൊരു ആത്മസംയമനത്തിൻ്റെ ഉദാത്തമായ ഒരു വലിയ തലം അതിനുണ്ടായിരുന്നു. അത് ഉണരാതെ മരിച്ചുപോയ നീ വല്ല ജൂതനോ നസ്രാനിയായോ മരിച്ചാൽ എനിക്കെന്ത് ഛേദമെന്ന് മുഹമ്മദ് മുസ്തഫ ചോദിക്കുന്നിടത്തായിരുന്നു ആ മരിച്ച ഹജ്ജ് ചെയ്യാത്തവൻ്റെ മരണമെന്ന് ഓർക്കണം. പൊടുന്നനെയുള്ള മരണം അധികരിക്കുന്ന ഒരു കാലം, പൊടുന്നനെ സാമ്പത്തികം തകർന്നു പോകുന്നൊരു കാലം, അതുപോലെ തന്നെ വാർദ്ധക്യമായാൽ ഹജ്ജിന് പോകുന്നത് പ്രയാസമാകുന്ന സ്ഥിതി. നീട്ടാൻ പറയുന്നത് പിശാചാണ്. അതുപോലെ തന്നെ മക്കളുടെ വിവാഹം, വീട് പണി, ഒന്ന് റിട്ടയർ ചെയ്യട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ താമസിപ്പിക്കുമ്പോൾ അത് സത്യത്തിൽ നമുക്ക് നഷ്ടമാവുകയാണ്. എൻ്റെ അറിവിൽ ഒരാളുണ്ട്, 75 വയസ്സായ, ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഒരു മാതാവ്. അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഞാനതൊരു മാതൃകയ്ക്ക് പറയുന്ന കുറ്റപ്പെടുത്താനല്ല. അവർ ഹജ്ജിനെ അപേക്ഷിച്ചിട്ട് തവണ കിട്ടിയിട്ടില്ല. 75 ആൾക്ക് അടുത്ത വർഷം കിട്ടുമോ എന്ന് ഉറപ്പുണ്ടോ? ഇതാണ് ഹജ്ജ് പിന്തിക്കുന്നതിൻ്റെ ദുരന്തം. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അത് പുറകെ പറയാം. അതിൽ തന്നെയാണ് അല്ലാഹു തആല അതിൻ്റെ നന്മയുടെ, തഖ്വയുടെ, അച്ചടക്കത്തിൻ്റെ വഴികളെയും അല്ലാഹു തആല അതിൻ്റെ ഓർമ്മകളെ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ ധിക്കാരത്തിൻ്റെ, പൊട്ടിത്തെറിയുടെ, ഫുജൂറിൻ്റെ വഴികളെയും അതിൽ തന്നെയാണ്. മനുഷ്യ മനസ്സിൻ്റെ മാനസികമായ അച്ചടക്കത്തിൻ്റെ ഫ്രെയിമിൽ ഒതുങ്ങുന്ന അച്ചടക്കം, തഖ്വ, അതും അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഫുജൂറഹ, അതിനെ പൊട്ടിക്കുന്ന, ഫ്രെയിം തകർക്കുന്ന ഫുജൂർ, ഇൻഫിജാർ, ഫജർ, അതും അതിൻ്റെ ഉള്ളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. പൊളിക്കരുതേ, ആത്മസംയമനത്തിൻ്റെ, മാനസിക അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂട് തകർക്കരുതേ എന്താ പുറകെ അല്ലാഹു തആല പറയണത്. മനസ്സിനെ പഠിക്കുന്നവർക്ക് ഇസ്ലാം മനസ്സിലാകൂ. മനസ്സിനെ പഠിക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ അച്ചടക്ക പദ്ധതി മനസ്സിലാകൂ. മനസ്സിനെ പഠിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം എവിടേക്കാണെന്ന് മനസ്സിലാകൂ. അള്ളാഹു അത് മനസ്സിലാക്കുന്നവരിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്ന നാം എന്താണ്, നമ്മുടെ അകമെന്താ, പുറമെന്താ, അള്ളാഹുവിൻ്റെ പ്രകൃതിയിലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്താ, അതിലൂടെ എങ്ങനെയാണ് അള്ളാഹു നമ്മോട് അഭിസംബോധന ചെയ്യുന്നത്, ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ഉണർന്ന് നമ്മുടെ ജീവിതത്തെ
അച്ചടക്ക പൂർണ്ണമാക്കാൻ. അത് ആനന്ദകരമായ, ആഘോഷകരമായ, ഉല്ലാസകരമായ ഒരു പദ്ധതിയാണ്. ആത്മസംയമനത്തിൻ്റെ അച്ചടക്കം അരാജകത്വവാദികൾക്ക് അനുഭവിക്കാനാവുകയേയില്ല. അതെന്തെന്ന് അവർ അറിയുകയേയില്ല. അതനുഭവിച്ച് വളർത്തേണ്ട ആനന്ദമാണ്. അള്ളാഹു ആ ഉയർന്ന വളർച്ചാ പദ്ധതിയോട് സമരസപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, അനുശാസിച്ചതുപോലെ അനുഷ്ഠിക്കാൻ റബ്ബ് തആല നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ എന്ന ദുആയോടെ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.